ഈ പാട്ടുകാർ മാത്രമല്ല, ശരിക്കും വോയിസ് ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. സാധാരണ സംസാരിച്ചു പോകുന്ന പോലെ അല്ലാതെ സ്പീച്ച് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയൊക്കെ ഉള്ളവരെ അങ്ങനെ ആ ഒരു ലിസ്റ്റ് എടുത്തെന്നാൽ അങ്ങനെ ഒരു വോയിസിന് അച്ഛൻ്റെ ഒരു സ്വാധീനം ചെന്നതിന് ശേഷം ഒരുപാട് ബെറ്ററായ സമൂഹത്തിൽ അറിയപ്പെടുന്ന കുറേ വ്യക്തികളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആരൊക്കെയാണ്? ഒരു ഏകദേശം കുറച്ച് പേരുടെ പേര് മാത്രം ഒന്ന് പറയാമോ? അത് നല്ല ചോദ്യമാണ്. പക്ഷെ പേര് പറയാന്ന് പറയുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ അത് ഞാൻ പലപ്പോഴും പറഞ്ഞുള്ളതാണ്. നമ്മുടെ ഉമ്മൻചാണ്ടി സാറാണ്, നമ്മുടെ മുൻ കേരള മുഖ്യമന്ത്രി. അപ്പൊ അദ്ദേഹത്തിന് ശബ്ദ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ, ഇപ്പോൾ അന്ന് MLA അല്ലേ, ഇപ്പൊ MLA ആണ്, ചാണ്ടി ഉമ്മൻ എന്നെ വിളിക്കുകയും ഞാൻ തിരുവനന്തപുരത്ത് പോവുകയും പിന്നെ കുറെ എക്സസൈസ് പറഞ്ഞു കൊടുക്കുകയും അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം ഇമ്പ്രൂവ് ചെയ്യും. അദ്ദേഹം പിന്നെ എപ്പോഴും തിരക്കുള്ള ഒരാളാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മാമൻ മാപ്പിള ഹാളിൽ കോട്ടയത്ത് ഹാൾ പാർട്ടി അനുമോദനം 50 വർഷം നിയമസഭയിൽ പൂർത്തിയാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ശബ്ദ പ്രശ്നമായിരുന്നു. എന്നെ വിളിച്ച് ഞാൻ ചെന്നു കോട്ടയത്ത്, എക്സസൈസ് കൊടുത്തു. ഉച്ചയ്ക്ക് 4 മണിക്ക് അദ്ദേഹത്തിന് നന്നായിട്ട് മറുപടി പറയാൻ പറ്റി. വളരെ സന്തോഷവാനാണ്. പിന്നെ എൻ്റെ തൃശ്ശൂരുള്ള വോയിസ് ക്ലിനിക്കിൽ ഒരു പ്രാവശ്യം വന്നു. അപ്പോഴും അദ്ദേഹം ഒരുപാട് എക്സസൈസുകളൊക്കെ സ്വീകരിച്ച് വോയിസ് നന്നായി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. പിന്നെ അതുപോലെ SP ബാലസുബ്രഹ്മണ്യ സാറ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് ഒരിക്കൽ പറഞ്ഞയക്കുകയുണ്ടായി. അത് തെലുങ്ക് റിയാലിറ്റി ഷോയിൽ വിൻ ചെയ്ത ഒരു പയ്യനായിരുന്നു. അവന് ശബ്ദ പ്രശ്നം. അപ്പൊ അവര് പല സ്ഥലങ്ങളിലും പോയി ഡോക്ടേഴ്സ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഇത്രയും വലിയ ചെലവുണ്ട് അതിന്. അപ്പൊ അവർക്ക് ഓപ്പറേഷൻ താല്പര്യമില്ല. അപ്പോഴാണ് അങ്ങനെ SPB സാറ് പറഞ്ഞത്, എങ്ങനെ ദാസമ്മയുടെ ശിഷ്യൻ തൃശ്ശൂരുണ്ട്, ഫാദർ പോൾ, ഞാനും ചോദിച്ചോ. അങ്ങനെ എന്നെ വിളിച്ചു. അപ്പൊ അവിടെ വന്നു. 2 ദിവസം കൊണ്ട് ശബ്ദ പ്രശ്നം തീർന്നു പോയി. അപ്പൊ വലിയ സന്തോഷമായിട്ട് എന്നോട് പറഞ്ഞു. അതൊക്കെ ഒരു ദൈവാനുഗ്രഹം. ഞാൻ വാസ്തവത്തില് ഒരിക്കലും ഒരു ചികിത്സകനാകണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അതിനുള്ള ഒരു യോഗ്യത എനിക്കുണ്ട് ഞാൻ വിശ്വസിച്ചിട്ടുമില്ല. കാരണം ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ സയൻസിൽ വളരെ വീക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് സയൻസിൽ കേൾക്കുമ്പോൾ ഞാൻ ഓടി ഒളിച്ചു. അങ്ങനെയുള്ള എന്നെ തമ്പുരാൻ പിടിച്ച് അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ തന്നെ ഡെൻവർ USA നാഷണൽ സെന്റർ ഫോർ വോയിസ് ആൻഡ് സ്പീച്ച് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവിടെ ലോകത്തിലത്തെ ഫാദർ ഓഫ് വോക്കോളജി എന്നറിയപ്പെടുന്ന ഡോക്ടർ ഇംഗോ തിറ്റ്സ് അദ്ദേഹത്തിന്റെ കീഴിൽ ഈ വോക്കോളജി പഠിക്കാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായി. പക്ഷെ ഞാനത് പഠിച്ചത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. എൻ്റെ ഈ ശബ്ദം, ഞാൻ പാട്ട് പാടുന്നതും ശബ്ദത്തെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്സ് അന്വേഷിച്ച് ഞാൻ പോയതാണ്. അതിനുശേഷം ഞാൻ എൻ്റെ തൃശ്ശൂരുള്ള ചേതന അക്കാഡമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പഠിക്കുന്ന ചില കുട്ടികൾക്ക് കുറച്ച് ശബ്ദ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ചില എക്സർസൈസ് കൊടുത്ത് പരിഹരിച്ചു. അങ്ങനെ പതുക്കെ 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 ഞാനിങ്ങനെ വന്നതാണ്. അപ്പൊ ദൈവം എന്നെ ഇതിലേക്ക് ഇങ്ങനെ ഉന്താന്ന് പറയില്ലേ, ഒരു സ്പിരിച്വൽ പുഷ് ഉന്തി 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 അവസാനം ഇപ്പൊ ഞാനിപ്പോ ഒരു ചികിത്സ എല്ലാ ബുധനാഴ്ചയും വോയിസ് ക്ലിനിക്കിൽ. പിന്നെ പ്ലേബാക്ക് സിംഗേഴ്സ് പലരും വരാറുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ ഒരു പേര് പറയുന്നത് കാരണം അവരതെല്ലാം ഒരു പ്രൈവറ്റ് ഇതായതുകൊണ്ട് ഒത്തിരി പ്രസിദ്ധരായിട്ടുള്ള പ്ലേബാക്ക് സിംഗേഴ്സ് വരാറുണ്ട്. അതുപോലെ പിന്നെ ശബ്ദ രോഗങ്ങളുള്ളത്. അപ്പൊ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം, ഞാനിപ്പോ ഏകദേശം ഒരു 10-15 കൊല്ലമായി വോയിസ് ക്ലിനിക്കിൽ വരുന്ന എല്ലാവരും സുഖപ്പെട്ടിട്ടാണ് പോണത്. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. ഒരു സ്കൂൾ ടീച്ചർക്ക് വോക്കൽ ഞൊടികളുണ്ടായി പറഞ്ഞിട്ട് അതുപോലെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് അസ്വസ്ഥ വരുമ്പോൾ അവർ ENT ഡോക്ടറെ കാണാൻ പോകും. ഒരു പക്ഷേ ENT ഡോക്ടർ പറയും ഇത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയും. അപ്പൊ ടീച്ചർക്ക് പേടിയാണ്. അവർക്ക് ആർക്കും ഓപ്പറേഷൻ താല്പര്യമില്ല. അപ്പൊ അവരന്വേഷിക്കുമ്പോൾ തൃശ്ശൂർ ഇങ്ങനെ ഒരു അച്ഛനുണ്ട് ശബ്ദ ചികിത്സ ചെയ്യണത്, അവിടെ പോയി ഒരു പക്ഷേ ഓപ്പറേഷൻ ചെയ്യാണ്ട് ശരിയാവും അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ എന്നെ വിളിക്കും. അപ്പൊ നമ്മളുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ നമ്മളവരെ വോയിസ് വാർമിംഗ് അപ്പ് ടെക്നിക്സ് എക്സർസൈസ്, അതായത് ഈ സ്വനപേടക തന്ത്രികളുടെ സമ്മർദ്ദം കുറയ്ക്കാൻ, പ്ലസ് അവരുടെ വായുബലം. കാരണം നമ്മുടെ ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ വായുവാണ്. എനിക്ക് വായുബലം ഇല്ലെങ്കിൽ എൻ്റെ ശബ്ദം വീക്കായി. അപ്പോൾ അവരുടെ ലങ് പവർ കൂട്ടാനുള്ള പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതൊരു 3 ആഴ്ച ചെയ്ത് കഴിയുമ്പോൾ ഈ തടിപ്പുള്ള സ്വനപേടക തന്ത്രികൾ തടിപ്പ് തന്നെ ഡിസപ്പിയർ, ഒരു ഓപ്പറേഷൻ ആവശ്യമില്ല. അപ്പൊ ദൈവം നമുക്ക് അങ്ങനെ പുതിയ പുതിയ, അത് ഞാൻ ഒരിക്കലും പോയി പഠിച്ചതല്ല, എങ്ങനെയോ തമ്പുരാൻ നമുക്ക് ഓരോന്നിങ്ങനെ കാണിച്ചു തരുന്നതാണ്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ബോധ്യത്തിൽ നിന്ന് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന് പറഞ്ഞൊരു ശബ്ദരോഗമുണ്ട്. അപ്പൊ ലോകത്തിൽ അതിനൊരിക്കും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് അമേരിക്കയിലെ മയാമി യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഈ
ശബ്ദശാസ്ത്രജ്ഞന്മാരുടെ ഒരു ഇന്റർനാഷണൽ സിമ്പോസിയത്തിൽ ഇതിനു വേണ്ടിയുള്ള ഒരു ചികിത്സാ രീതി അവതരിപ്പിച്ചു. അപ്പൊ അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് ഇനി അതിനെക്കുറിച്ച് ഒരു പ്രാമുഖ്യം കൊണ്ടുവരണം, റിസർച്ച് പേപ്പർ എഴുതണം. അപ്പൊ അതുവഴിയായിട്ട് ഒരുപാട് പേർക്ക് നല്ല സൗഖ്യമുണ്ടാകാനുള്ള സാധ്യതകൾ, അതൊക്കെ തമ്പുരാന്റെ ഒരു അനുഗ്രഹം എന്നല്ലാതെ ഒന്നും എനിക്ക് അതിനെ കുറിച്ച് പറയാനില്ല. ഈ യോഗ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, നമ്മൾ പ്രത്യേകിച്ച് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഹെൽത്ത് ഇഷ്യൂസിലാണേലും എല്ലാം. പക്ഷേ ഈ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം കുറെ വലിയ വലിയ ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ക്ലാസ്സുകളും ടോക്കുകളുടെ ഒക്കെ ഇടയിൽ കേട്ടിട്ടുണ്ട്, ക്രിസ്ത്യൻസിന് പറ്റിയ ഒരു കാര്യമല്ല യോഗ, അല്ലെങ്കിൽ നമ്മൾ സൂര്യ നമസ്കാരം അതൊക്കെ സൂര്യ ഭഗവാൻ എന്ന് പറഞ്ഞ് കാണേണ്ട ഒരു കാര്യമല്ല. അങ്ങനെ രണ്ടിന്റെ ഇടയിൽ കിടന്നിങ്ങനെ കേട്ടപ്പോൾ അത് ചെയ്താൽ ശരിയാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അത് എത്രത്തോളം അച്ഛൻ അതിനെ നോക്കി കാണുന്നു? ഞാൻ കഴിഞ്ഞ 33 വർഷമായിട്ട് യോഗ ചെയ്യുന്ന ആളാണ്. ആ യോഗ ചെയ്തുകൊണ്ട് എനിക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഒരു ദോഷം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഒരു ചിന്താഗതി എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാംസ്കാരിക അനുരൂപണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് നമ്മളിങ്ങനെ പഠിച്ച് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭ ഉണ്ടായ സമയത്ത് സഭയ്ക്ക് സ്വന്തമായ ഒരു സംഗീത പാരമ്പര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ ജുഡൈക് അല്ലെങ്കിൽ യഹൂദ ആ സംഗീത സംസ്കാരത്തിൽ നിന്നാണ് നമ്മൾ സാം ചാൻഡിങ് ബോറോ ചെയ്തത്. ക്രൈസ്തവ സഭയിൽ സംഗീതം ഫോർമലായിട്ട് ലിറ്റർജി തന്നെ ഉണ്ടാകുന്നത് 4-ാം നൂറ്റാണ്ടിലാണ്, സെയിന്റ് ജസ്റ്റിൻ വഴിയായിട്ട്. അപ്പോൾ ഇനി അത് മാത്രമല്ല, എത്രയോ ഇപ്പോൾ സങ്കീർത്തനം 27 കർത്താവിൻ്റെ ഇടയനാകുന്നു, അതൊരു കാനോനൈറ്റ് ഹിമ്മിന്ന് കൊണ്ടുവന്ന് നമ്മൾ അതിനെ ഷേപ്പ് ചെയ്തെടുത്തതെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ നെയ്ബറിങ് കൾച്ചേഴ്സിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടും അന്ന് സഭ രൂപപ്പെട്ട കാലഘട്ടത്തിൽ അതിന് ചുറ്റുമുണ്ടായിരുന്ന എല്ലാ സംസ്കാരങ്ങളിൽ നിന്നും നല്ലത് എടുത്തുകൊണ്ട് നമുക്ക് ഇപ്പൊ നമ്മൾ ഉദാഹരണം ഞാൻ പറയട്ടെ, നമ്മൾ എന്തോ താലിക്കെട്ട് നടത്തുന്നു, അതൊരു ഹിന്ദു ഇതല്ലേ, ക്രിസ്ത്യാനികൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ മന്ത്രം കൂടി ഇടുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ആവാം. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, അത് നമുക്ക് ആവാം. വേറെ ചില കാര്യങ്ങൾ ആവല്ലേ നമ്മൾ പറയുമ്പോൾ അതിന് ചെറിയൊരു അസാംഗത്യം ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നത്, ഇപ്പോൾ സൂര്യ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. ഒരിക്കലും സൂര്യനെ ദേവനത്തിനെ കുറിച്ച് കുറിക്കുന്നില്ല. അത് ചെയ്തു കഴിയുമ്പോൾ എൻ്റെ ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ, എൻ്റെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ, എൻ്റെ ബോഡി ഫങ്ഷൻസ്, എൻ്റെ ടോട്ടൽ ശരീരത്തിലുണ്ടാക്കുന്ന ഒരു ഗ്രീസിങ്, അതൊക്കെയാണ് എനിക്ക് ഗുണം ചെയ്യുന്നത്. ഞാൻ അതുപോലെ പല ആസനങ്ങളും ഞാൻ ചെയ്യും. അത് കഴിഞ്ഞ് പ്രാണായാമം ചെയ്യും, ഒരു 15 മിനിറ്റ് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ്. അത് വെസ്റ്റിലുള്ളതാണ് പ്രാണായാമം, നമ്മൾ പേര് പറയണമെന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന നന്മകൾ, ഞാൻ ഒരിക്കൽ എൻ്റെ ഓർമ്മയനുസരിച്ചിട്ട് സീറോ മലബാർ സഭയുടെ ഒരു പഠനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, ആത്മീയമായ ഉന്നമനത്തിനും ശാരീരികമായ സുസ്ഥിതിക്കും നമുക്ക് യോഗ ഉപയോഗിക്കാം എന്നൊരു പഠനം ഞാൻ ഇവിടെ വായിച്ചായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. അത് വളരെ നല്ല ഒരു നിലപാടാണ്. കാരണം നമ്മൾ അതിൻ്റെ മറ്റ് ഹൈന്ദവിക ഭാവങ്ങളോ അതൊന്നും നമ്മൾ നോക്കാൻ പോകുന്നില്ല. അതിൻ്റെ പ്രായോഗിക, പ്രത്യേകിച്ച് യോഗ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതിനൊന്നും ഒരു മതത്തിന്റെ സാഹചര്യം, ദി ആർ ഓൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഞാൻ പറയണല്ലോ. അപ്പൊ അത് എനിക്ക് ഗുണങ്ങൾ, ഇപ്പൊ നമുക്ക് നമ്മുടെ എനിക്ക് പ്രത്യേകിച്ച് സംഗീതത്തിൽ എന്നെ അത് ഒരുപാട് സഹായിക്കുന്നത് എൻ്റെ സ്റ്റാമിന. കാരണം നമ്മുടെ ബോഡി സപ്പോർട്ടാണ് മ്യൂസിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ബോഡി സപ്പോർട്ട് ഇല്ലെങ്കിൽ, ശരീര സൗഖ്യം ഇല്ലെങ്കിൽ സംഗീതം ശരിയാവില്ല. അപ്പം അതുകൊണ്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് ഏറ്റവും നന്നായി സഹായിക്കുന്ന ഒരു കാര്യം. പക്ഷെ നമ്മുടെ ആൾക്കാർ പലരും അത് പഠിക്കുന്നത് ഇതൊരു ഡിസിപ്ലിനാണ്, ബിഗ്ഗസ്റ്റ് ഡിസിപ്ലിൻ. അത് വലിയ പാടം അത് ചെയ്യാം, എല്ലാ ദിവസം ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ ലെവൽ കൂടും. യു വിൽ ബിക്കം എ മാൻ ഓർ വുമൺ ഓഫ് ഡിസിപ്ലിൻ. അപ്പൊ എനിക്ക് അതങ്ങനെ ഞാനൊരു ഡിസിപ്ലിൻ്റെ ആളായി മാറി. കാരണം അതങ്ങനെയാണ് അതിന്റെ രീതി. പിന്നെ സംഗീതം കൂടി വരുമ്പോൾ അതിനേക്കാളും കുറെ ചിട്ടയുള്ള സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ആ ചിട്ട എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ കുറച്ചും കൂടി ഒരു ഓർഡറുള്ള ഒരു ജീവിതത്തിന് ഉടമയാക്കി മാറ്റുകയാണ്. അത് നല്ലതാണെന്നുള്ള ആശയക്കാരനാണ് ഞാൻ. അതിൽ മതപരമായിട്ടുള്ള ഒരു തടസ്സങ്ങൾ നമുക്കില്ല. ഞാൻ നേരത്തെ പറയണ്ടായി, നമ്മൾ താലികെട്ടെടുത്തു അല്ലെങ്കിൽ മന്ത്രം കൂടി നമ്മൾ ഹൈന്ദവ സംസ്കാരത്തിൽ നമ്മൾ എടുത്തിട്ട് നമുക്ക് യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ എടുക്കണ്ട, പക്ഷെ അതിലത്തെ നന്മകൾ നമുക്ക് സ്വാംശീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വൈദികനാണ് ഞാൻ.
ഇത് ശരിക്കും യോഗ ഒരു ഹൈന്ദവ ഇതിൽ നിന്ന് വന്നതാണെന്ന് ആരൊക്കെയോ പറഞ്ഞുള്ള അറിവ് എനിക്കേ ഉള്ളൂ. അല്ലാതെ ശരിക്കും അങ്ങനെ അല്ലല്ലോ അത്. അങ്ങനെയല്ല എന്നുള്ളതാണ് സത്യത്തിൽ പലതും. അതങ്ങനെ അങ്ങ് വരുത്തി തീർത്ത് അങ്ങനെ ഫിക്സ് അപ്പൊ ആക്കിയിരിക്കുവാണ്. അതല്ല കാണിച്ചാല്, അതായത് ഒരു പ്രസ്ഥാനത്തിനും പൊതുവെ ഒരു ന്യൂട്രൽ എൻറ്റിറ്റിയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതിന് ഒരു റിലീജിയസ് കളർ കൊടുക്കുന്നത് സ്വാഭാവികമാണ്. ആരാണ് അതിൽ വർക്ക് ചെയ്യുന്നത് അവരുടെ ആ മതാത്മകത അതിലേക്ക് കൊണ്ടുവരും. ഇപ്പൊ വെസ്റ്റേൺ മ്യൂസിക്കിൽ അത് തന്നെയല്ലായിരുന്നു ആദ്യകാലത്തായിരുന്നു, ഒരു ക്രൈസ്തവ സംഗീതത്തിന്റെ ഭാഗമായിരുന്നു. പിന്നീടാണ് അതിനെ ഒരു കുറച്ചും കൂടി സെക്യുലറിസം വെസ്റ്റേൺ മ്യൂസിക്കിലൊക്കെ വന്നത്. അപ്പൊ അതിന് പ്രത്യേകിച്ച് ആരംഭ കാലഘട്ടത്തിൽ അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് ഒറിജിനലി ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ആയിരുന്നിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ പള്ളിയിലെ കൊയറുകൾ അറ്റൻഡ് ചെയ്തിട്ട് ഒരു ഇഴച്ചിലും വലിച്ചിലും ഒക്കെ ഫീൽ ചെയ്യുന്നതായിട്ട് മറ്റുള്ളവർ കേൾക്കുന്നവർ പറയാറുമുണ്ട്. അതെന്താ അങ്ങനെ ആ ഒരു കൊയർ പാടുന്നവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണം? നമ്മളുടെ വോയിസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മ്യൂസിക്കിനെ കുറച്ചുകൂടി പൊതുവെ പറഞ്ഞ പ്ലെയിൻ സിംഗിങ് എന്ന് പറയും. ഗമകങ്ങളൊന്നും അത്ര അധികം ഇല്ല, നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ നമ്മുടെ സംഗീതത്തിൽ. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മൾ പ്രാക്ടീസ് എടുക്കുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ്. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, ആൾക്കാർ വരുന്നു ഞായറാഴ്ച ഒന്ന് എടുക്കും പാടും. അങ്ങനെയല്ല, പാട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ എവിടെ എന്നോട് പെർഫോമൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, കച്ചേരിയാണ് ഞാൻ 3 ആഴ്ച ഒരുങ്ങും, 4 ആഴ്ച ഒരുക്കാണ് കച്ചേരി. ഇനിയിപ്പോ ലൈറ്റ് മ്യൂസിക് ആണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ 2 പ്രാവശ്യം ഒന്ന് പാടി നോക്കിയിട്ട് പോകാറുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര നന്നായി പാടിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും എത്ര വലിയ പെർഫോമർ ആണെങ്കിലും ഒരുങ്ങാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പാടുമ്പോൾ നമ്മുടെ ബ്രെയിൻ നന്നായി നമ്മൾ സപ്പോർട്ട് ചെയ്യും, മെമ്മറി, മ്യൂസിക്കൽ മെമ്മറി. അപ്പൊ നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. 2, നമ്മുടെ ആളുകളോട് ചെയ്യുന്ന റെസ്പെക്ട്. അപ്പൊ നമ്മൾ എന്ത് പാടിയ ആൾക്കാർ കേട്ടിരിക്കുകയായിരിക്കും, അത് വേറെ വിഷയം. പക്ഷെ അതൊക്കെ ഞാൻ ദാസേട്ടന്റെ കയ്യിൽ നിന്ന് പിടിച്ച കുറെ കാര്യങ്ങളാണ്. അതൊരു കച്ചേരി ഉണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും കച്ചേരി നടത്തിയിട്ടിരിക്കുന്ന ആളാണ്. പക്ഷെ എന്നിരുന്നാലും ആ കച്ചേരിക്ക് വേണ്ടി വീണ്ടും ഒരുങ്ങാണ്, കാര്യമായിട്ട് വരും. അപ്പൊ അത് ഒരു നല്ല ട്രഡീഷനാണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ, ഇപ്പൊ നമുക്ക് 2 തരത്തിലുള്ള ഒരുക്കം ഒരു കൊയറിന് ആവശ്യമുണ്ട്. ഒന്ന് സംഘാതമായിട്ടുള്ള ഗ്രൂപ്പ് സിംഗിങ്, മനസ്സിലായോ? അപ്പൊ ആ ഗ്രൂപ്പ് സിംഗ് നന്നാവണമെങ്കിൽ 2 തരത്തിലുള്ള ട്യൂണിങ് ആണത്. അപ്പൊ ഒരു സംഘാതമായിട്ട് എല്ലാവരും ഒരേ ശബ്ദത്തിൽ പാടാന്ന് പറഞ്ഞിട്ട് ട്യൂണിങ്, ഗ്രൂപ്പ് ട്യൂണിങ് ആണ്. അത് ഉണ്ടാവണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഞാൻ ട്യൂൺ ചെയ്യണം. എൻ്റെ ശബ്ദ അല്ലെങ്കിൽ എൻ്റെ സംഗീത കഴിവിനെ ഞാൻ നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്ത് ട്യൂൺ ചെയ്ത് വെച്ചാലാണ് എനിക്ക് സമൂഹമായിട്ട് വരുമ്പോൾ അതിൽ സഹകരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ വേറിട്ട് നിന്ന് പോയില്ലേ. അപ്പൊ അതുകൊണ്ട് ആ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരുക്കത്തിൽ നമുക്ക് കുറച്ച് വാർമിംഗ് അപ്പ്, കുറച്ച് നമ്മൾ പാടി നോക്കുന്ന ആ കുർബാന പാട്ടൊക്കെ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് വീട്ടിൽ പാടി നോക്കി, ഏതാണ് പാടുന്നത്, നാളെ പുതിയ വല്ല പാട്ട് പാടുന്നു, അതൊക്കെ വീട്ടിൽ 1-2 പ്രാവശ്യം പാടി നോക്കി, എന്നിട്ട് നമ്മൾ പാടി കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വായുബലം. വായുബലം നമുക്ക് കുറേ ഉണ്ടാവും. നമ്മൾ വീട്ടിലത്തെ കുടുംബകാര്യങ്ങൾ, കുട്ടികള്, അല്ലെങ്കിൽ വീട്ടിലത്തെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ആവൃതമായി കഴിയുമ്പോൾ നമ്മുടെ ടെൻഷൻ, സ്ട്രെസ് നമ്മുടെ ബോഡിയിൽ കുറെ വരും, മൈൻഡിൽ വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വായുബലം കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു 10-15 മിനിറ്റ് ബ്രീത്തിങ് ചെയ്യുകയാണെങ്കിൽ, പാട്ടുകാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം ബ്രീത്തിങ് ആണ്. അപ്പൊ വായുബലം കൂട്ടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇനിയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കൊയറിനൊക്കെ നന്നായിട്ട് ഒരുങ്ങേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് ആയി. പണ്ടൊന്നും നമുക്ക്, ഞാനിപ്പോ ഈ തൃശ്ശൂർ അതിരൂപതയില് 14 ഫൊറോന പള്ളികളിലുള്ള എല്ലാ കൊയർ മെമ്പേഴ്സിനും കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ 2 വീക്കെൻഡില് വോയിസ് വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. അത് വളരെ വിജയകരമായിരുന്നു. അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ കേട്ടിട്ടില്ല അവരിങ്ങനെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ അവിടുത്തെ പിതാക്കന്മാരോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ലിറ്റർജിക്കൽ മ്യൂസിക്കിന് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സോ ഒരു ഡിപ്ലോമ പ്രോഗ്രാമോ ഉണ്ടാകേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞു. അതിന്റെ കോഴ്സ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ, ഇറ്റ് നീഡ്സ് ട്രെയിനിങ്, പ്രൊഫഷണൽ ട്രെയിനിങ്. കാരണം പ്രൊഫഷണൽ വേൾഡ് എന്ന് വളരെ വലുതാണ് സംഗീതത്തിന്റെ. അപ്പൊ നമ്മുടെ ഈ എന്താ പറയാ, ആരാധന സംഗീതത്തിലും അതുപോലെ നല്ല ഒരു ട്രെയിനിങ് നമ്മുടെ ഗായകർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വ്യക്തിപരമായും നമ്മുടെ കൊയറിന് സംഘാതമായും കുറേയും കൂടിയും എഫിഷ്യൻസിയും അതിൻ്റെ റിസൾട്ടും കൂട്ടാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പറയുന്ന കാര്യം വെച്ചാൽ, ഇപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ഒരുക്കം ഒരു കൊയറിന് ആവശ്യമുണ്ട്. ഒന്ന് സംഘാതമായിട്ടുള്ള ഗ്രൂപ്പ് സിംഗിങ്, മനസ്സിലായോ? അപ്പൊ ആ ഗ്രൂപ്പ് സിംഗ് നന്നാവണമെങ്കിൽ 2 തരത്തിലുള്ള ട്യൂണിങ് ആണത്. അപ്പൊ ഒരു സംഘാതമായിട്ട് എല്ലാവരും ഒരേ ശബ്ദത്തിൽ പാടാന്ന് പറഞ്ഞിട്ട് ട്യൂണിങ്, ഗ്രൂപ്പ് ട്യൂണിങ് ആണ്.
ഒരു വ്യക്തി പാട്ട് കേൾക്കുകയോ പാട്ട് പാടുകയോ ഒരു സംഗീത ഉപകരണം പ്രാക്ടീസ് ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ കൂടുതൽ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്യും. മലയാളീസിൽ തന്നെ ഇങ്ങനെ ഈ ഒരു ഓട്ടിസം ബാധിതരായവർ ഒരുപാടുണ്ട്. അവർക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അപ്പൊ ഇതില് ശബ്ദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോണൽ ക്ലാരിറ്റി, അതിൽ നമ്മുടെ വോയിസിലുണ്ടാകുന്ന റെസണൻസ്, മുഴക്കം, പിന്നെ നമ്മുടെ പ്ലേസ്മെന്റ് ടോൺ, പിന്നെ നമ്മുടെ വോയിസ് ഡൈനാമിക്സ്, പിച്ച് കൺട്രോൾ, ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ബ്രീത്തിങ് എന്ന് പറയുന്നത്.